അപ്പോൾ നമ്മൾ ടൂറിസം ഗൈഡുമാരുണ്ട്. ആ ഗൈഡുമാരാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള സഞ്ചാരികൾക്ക് ഈ വയനാടിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇപ്പോൾ നിലവിൽ 10ഓളം പേരാണ് ആക്റ്റീവായിട്ട് ഉള്ളത് അല്ലേ? അംഗീകൃത ഗൈഡുമാർ എത്രയാണുള്ളത്? ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് അറിയാമല്ലോ, ഇപ്പോൾ എന്താ നമ്മുടെ ഏറ്റവും ഒടുവിലുള്ള ടൂറിസത്തിൻ്റെ അവസ്ഥ? കഴിഞ്ഞ 2 മാസമായിട്ട് ശരിക്കും നമ്മുടെ വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ ടൂറിസം കേന്ദ്രങ്ങളും തുറന്നിരിക്കുകയാണ് നമ്മുടെ ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ. അതിനകത്ത് സുരക്ഷിതമായ കുറേ കേന്ദ്രങ്ങൾ സർക്കാർ സംവിധാനത്തിലൂടെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ വയനാട് ജില്ലയെ സംബന്ധിച്ച് മുഴുവനായിട്ടും വയനാട് പൂർണ്ണമായിട്ടും ടൂറിസം കേന്ദ്രങ്ങൾ അടഞ്ഞു കിടക്കുക എന്നുള്ളൊരു പ്രചരണം നടക്കുന്നുണ്ട്. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചതാണ് മുണ്ടക്കയിലെ എത്ര എണ്ണം തുറന്നിട്ടുണ്ട്, എത്ര എണ്ണം അടഞ്ഞു കിടക്കും? നിലവിൽ നമുക്ക് 7 കേന്ദ്രങ്ങൾ മാത്രമേ തുറന്ന് പ്രവർത്തിക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ വയനാട് ജില്ലയിലെ എക്കോ ടൂറിസം കേന്ദ്രങ്ങൾ മുഴുവനായിട്ടും ഇതുവരെ തുറന്നിട്ടില്ല. അത് കഴിഞ്ഞ 6 മാസമായിട്ട് പുൽപ്പള്ളിയിൽ വെച്ച് പോളിൻ്റെ മരണത്തോടുകൂടി ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടതോടുകൂടി അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുക. ഇന്നത് സർക്കാരിൻ്റെ പരിഗണനയിലുള്ളൊരു വിഷയമാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് വയനാട് ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളും അടഞ്ഞു കിടക്കുന്നത്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ഒരു ഗൈഡിനെ നമ്മുടെ കൈ കിട്ടിയുകൊണ്ട് നമ്മുടെ നിങ്ങൾ ഏതൊക്കെ ഭാഷയിൽ പുറത്തുനിന്ന് വരുന്നവരോട് സംസാരിക്കും? നമ്മുടെ പേരെന്തായിരുന്നു? സുബൈറിന് ഏതൊക്കെ ഭാഷ അറിയാം? ഞാൻ നിലവിൽ ഇംഗ്ലീഷാണ് നമ്മൾ ഫോറിൻ ഗസ്റ്റിനോട് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ തമിഴും കന്നഡയും ഞാൻ നന്നായി സംസാരിക്കാറുണ്ട്. വയനാടിനെ കുറിച്ച് ഇംഗ്ലീഷിൽ നമുക്ക് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? നിങ്ങളിവിടെ ഈ സൗന്ദര്യം കാണുമ്പോൾ എന്തൊക്കെയാണ് വയനാട്ടിലെ അട്രാക്ഷൻസ് ഉള്ളത്? We have a lot of attraction in Wayanad because if you come to Wayanad you can enjoy whatever you want because we have lots of waterfalls, we have a nice trekking places, we have a boating, and right now we are moving near to Edakkal Cave. Edakkal Cave is one of the best tourism destination in Wayanad, and we have lots of wildlife sanctuaries. We have 2 wildlife sanctuaries, mainly it's Muttanga Wildlife and Tolpatti, and also main attraction the places are very, very close by. From here you can go to Ooty, you can go to Mysore, the Kabani, and there are lots of other attractions it's close to Wayanad. So that is the main attraction of Wayanad. So yeah. And more than that, the social life is very important. The society is very receptive. Yes, the society will receive you, and the hospitality is number 1 in the world. Yes, exactly, sir. Because right now we are promoting the responsible tourism also. Because lots of foreign people are coming to Wayanad, enjoy the local people and local publicity. Because responsible tourism, we are promoting the responsible tourism in Wayanad. റെസ്പോൺസിബിൾ ടൂറിസം, ഉത്തരവാദിത്വ ടൂറിസമാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, കേരളത്തിന് പുറത്തുള്ള വിനോദസഞ്ചാരികൾക്ക് എന്താണ് വയനാട്? ഇറ്റ്സ് വെരി സേഫ്, ഇറ്റ്സ് വെരി സെക്യൂർ. ദ ലാൻഡ് സ്ലൈഡ് ഡസൻറ്റ് എഫക്റ്റ് എനി പാർട്സ് ഓഫ് വയനാട് അതർ ദാൻ 2 wards in the single panchayat, that is Mepadi Panchayat, and all other places are very safe for the tourists. You can come and enjoy. You stay in authorized homestays and the state will take protection of you. Okay, താങ്ക് യു. ഓക്കെ, സന്തോഷമുള്ള മനുഷ്യരാണ്. ഇവരുടെയൊക്കെ മുഖത്തുള്ള ആശങ്ക മാറ്റി ചിരി പടർത്താനൊക്കെ നമുക്ക് സാധിച്ചാൽ അത്രയും തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം ഇനി നമ്മൾ കേരളത്തിന് പുറത്തുള്ള ആളുകൾ ഏറ്റവും കൂടുതലുള്ള വയനാട് പ്രിഫർ ചെയ്യുന്ന ഡെസ്റ്റിനേഷൻ ഏതാ? ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വയനാട് നമുക്ക് അങ്ങനെ എടുത്തു പറയാനില്ല. എന്നിരുന്നാൽ പോലും ഓരോ ആളുകളുടെ ചോയ്സിനനുസരിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഫോറിൻ പീപ്പിൾ ആണെങ്കിൽ നമ്മുടെ ട്രെക്കിംഗ് ഡെസ്റ്റിനേഷനും അതുപോലെ വൈൽഡ് ലൈഫാണ് നമ്മുടെ ഫോറിൻ ടൂറിസ്റ്റുകൾ വരുന്നത്. നമസ്കാരം, ഈ സ്ഥലത്തിന്റെ പേര് തോമാട്ടുചാൽ. പ്രത്യേകത എന്താ? ഇത് പിന്നെ തോമാട്ട് പണ്ടൊരു ഐതിഹ്യം ഉണ്ടായിരുന്നു. ഇവിടെ വയനാടൻ ചെട്ടിമാർ തോമാട്ട് തറവാടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ഒരു പറഞ്ഞിങ്ങനെ തോമാട്ട് ചാലായി, തോമാട്ട് ചാല്. പിന്നെ തോമാസ്ലിയ നടന്ന ചാലെന്നും പറയുന്നു. അങ്ങനെ പറയുന്നു. സന്തോഷമല്ലേ? മൊത്തത്തിൽ സന്തോഷം. കുറച്ച് ആളുകൾ എത്തണം, പഴയ നിലയിലേക്ക് മടങ്ങണം. തീർച്ചയായിട്ടും. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് വെച്ചാൽ റിപ്പോർട്ടർ ചാനലിനോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ അന്ന് മുതൽ ഈ വയനാട് നെഞ്ചോട് ചേർത്ത് നിങ്ങൾ പിടിച്ചു. രാത്രിയും പകലെന്നില്ലാതെ മുട്ടിന് ചെളി നീന്തി നിങ്ങൾ മഹാത്യാഗം നിങ്ങൾ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കടപ്പാടും നന്ദി ഈ വയനാട് ജനതയ്ക്ക് മൊത്തം ഉണ്ടാവും. വ്യാപാരി വ്യവസായത്തിന്റെ സെക്രട്ടറിയാണ് ഞാൻ. ഉഷാറാവട്ടെ. എന്താ മോളുടെ പേര്? ലിന മറിയം. LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണോ? ഓക്കെ, വെരി ഗുഡ്. മോളുടെ പേരെന്താ? ലിയ. ഓക്കെ, ഫഹീം ഇർഷാദ്. ഓക്കെ, വണ്ടർഫുൾ. ഓക്കെ, ശരി മാം. ശരി. എല്ലാം ഉഷാറാവും, എല്ലാവരും തിരിച്ചു വരും കേട്ടോ. താങ്ക് യു.
വയനാടിൻ്റെ ഹൃദയത്തിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് ശ്രദ്ധിക്കണം, തോമാട്ടുചാൽ എന്നാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. തോമസ് ലീഹയുടെ ചാൽ എന്ന അർത്ഥത്തിലും കൂടി വേണമെങ്കിൽ നമുക്ക് ഈ സ്ഥലത്തെ പറയാം. ഒരുപാട് ഹോട്ടലുകളുണ്ട് ഇവിടെയൊക്കെ. ശരിക്കും പറഞ്ഞാൽ നിറയെ തിരക്കുള്ള സമയമായിരുന്നു അല്ലേ സുബൈർ ഈ വീക്കെൻഡ്? അതെ സാർ, നമുക്ക് നോർമലി ഇതൊരു വീക്കെൻഡ് ഡെസ്റ്റിനേഷനാണ്. യൂഷ്വലി എല്ലാ വീക്കെൻഡിലുമാണ് കൂടുതൽ ടൂറിസ്റ്റുകൾ വയനാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കുറേ ആയിട്ട് നമുക്ക് ടൂറിസം ശരിക്കും പറഞ്ഞാൽ ഡെഡായി കിടന്നുകൊണ്ടിരിക്കുക. കന്നഡയിൽ ഒന്നുകൂടി ഒന്ന് പറയാമോ? നമ്മൾ ഈ പറഞ്ഞത് ഈ വയനാട് ടൂറിസം സേഫാണ്, ഇവിടെ നിങ്ങൾക്ക് വരാം, എൻജോയ് ചെയ്യാം, ഒരു കുഴപ്പമില്ലാതെ. വയനാട്ടിൽ നമുക്ക് കന്നഡ ഭാഷ കൂടി ഒന്ന് പറയൂ. ಶೂರ್ ഇപ്പോൾ నేను ಕನ್ನಡ ಮಕ್ಕಳು నేను ವಯನಾಡು ಏನು ಪ್ರಾಬ್ಲಮ್ ಇಲ್ಲ, ಏನು ತೊಂದರೆವಿಲ್ಲ, నేను ಬಂದಿಡಿ. ಇದು ವಯನಾಡು ಅಂದರೆ ಸುಳ್ಳು ಡಿಸ್ಟ್ರಿಕ್ಟ್ ಹೇಳಿದರು, ಇದು ಮುಂಡಕ್ಕೆ ಅಂದರೆ ಅಲ್ಲಿ ಸ್ವಲ್ಪ ದೂರ ಪ್ರಾಬ್ಲಮ್ ಇದೆ, ಬೇರೆ ಏನು ಪ್ರಾಬ್ಲಮ್ ಇಲ್ಲ. ಡೆಸ್ಟಿನೇಷನ್ ಓಪನ್ ಆಗಿದೆ, ಫುಲ್ಲಿ ಸೇಫ್ ആണ്, ಬೇರೆಕ್ಕೆ ಏನು ಪ್ರಾಬ್ಲಮ್ ಇಲ್ವಾ. ഹിന്ദി കൂടി ഒന്ന് പറയാം. തമിഴിൽ പറയാം സാർ. തമിഴിൽ പറഞ്ഞു. இப்போது நீங்கள் இங்கே வர்றதுக்கு ஒன்றுமே பிரச்சனையும் கிடையாது. வயநாடுனா என்டர் டிஸ்ட்ரிக்ட் கால்டு வயநாடு. வயநாட்டில் வந்து நீங்கள் எங்கே போயிடுச்சுனாலும் முண்டைக்கு என்ன ஒரு டெஸ்டினேஷன், ஒரு சைட் டெஸ்டினேஷன் மட்டும்தான் இருக்குது. அங்கே மட்டும்தான் பிரச்சனை இருக்குது. அதை விட்டு கேரளாவில் வந்து வயநாட்டில் வந்து நிறைய பிளேசஸ் ஓப்பன் பண்ணி வச்சுருக்கு. நீங்கள் வர்றதுக்கு ஒன்றுமே பிரச்சனை இல்லை. நாங்கள் எல்லாம் சேஃபாக ஜேர்னி பண்ணிகிட்டே இருக்குது. இப்போ ரிப்போர்ட்டர் சேனல் கூட எங்களுக்கு ஹெல்ப் பண்ணிட்டு இருக்கேன். ஏன்னா நான் மலையாளத்தில் தான் அவங்க கத்துறேன், ஏன்னா நான் உங்கள் தமிழ் உங்களுக்காக சொல்கிறேன். இங்கே ஒன்றுமே பிரச்சனை இல்லை, தைரியமாக வந்துடுங்க. எல்லா ஹாஸ்பிட்டாலிட்டி பீப்புள் உங்களுக்காக വെയിറ്റ് பண்ணிட்டு இருக்கேன். വയനാട് ഈസ് വെയിറ്റിംഗ് ഫോർ യു പീപ്പിൾ. വയനാട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിങ്ങൾ വരൂ, ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കൂ. തീർച്ചയായും വയനാടൻ ജനതയുടെ ഹൃദയത്തെയും ആ ഹൃദയ നൈർമല്യവും നിങ്ങൾ അനുഭവിക്കൂ. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളോടൊപ്പം നമ്മളെ ഈ അഭിവാദ്യം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർ യഥാർത്ഥത്തിൽ വയനാട്ടിലേക്ക് വരേണ്ട മനുഷ്യരെക്കുറിച്ചാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നാടിൻ്റെ ഹൃദയത്തുടിപ്പ് അറിഞ്ഞാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വരണം, ഇവിടുത്തെ ആളുകൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കുഞ്ഞു മക്കളടക്കം നിങ്ങളുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നൊരു ജനതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഈ വയനാട് നിങ്ങൾക്ക് തരുന്ന ഒരു അനുഭവത്തിന് നിങ്ങൾ കൊടുക്കുന്ന പ്രതിഫലമാണ് ഇവരുടെയൊക്കെ ജീവിതത്തെ ഇപ്പോൾ പിടിച്ചു നിർത്തുന്നത്. തീർച്ചയായും അവിടേക്ക് ആളുകൾ വരണം. സർക്കാരിലേക്ക് നമുക്ക് പറയാനുള്ളത്, ഈ ഒരു വലിയ പിന്തുണ പ്രേക്ഷകർ കണ്ടല്ലോ, സുരക്ഷിതമായ എല്ലാ കേന്ദ്രങ്ങളും ഉടൻ തന്നെ നിങ്ങൾ തുറന്നു കൊടുക്കണം. സർക്കാർ അതിന് ഒരു അമാന്തവും വിചാരിക്കാൻ പാടില്ല. കാരണം ഈ ജനതയുടെ ബുദ്ധിമുട്ട് പ്രേക്ഷകർ മനസ്സിലാക്കി. ഇത് റിപ്പോർട്ടർ ടി വിക്ക് കിട്ടിയ സ്വീകരണമായിട്ടല്ല, ഇത് കേരളത്തിൽ ഒരു ജനതയെ ചേർത്ത് പിടിക്കുന്നൊരു സമൂഹം നൽകുന്ന സ്വീകരണമായിട്ടാണ്. അതുകൊണ്ട് സർക്കാർ ഈ പ്രഷർ മനസ്സിലാക്കണം. ഞങ്ങൾ അതിനുവേണ്ടിയാണ് ഈ ക്യാമ്പയിൻ ഇന്ന് തന്നെ സംഘടിപ്പിച്ചത്. ഒട്ടും വൈകാതെ വനംവകുപ്പാണെങ്കിൽ എക്കോ ടൂറിസം സ്റ്റേഷനുകൾ സുരക്ഷിതമാക്കി മാറ്റി പെട്ടെന്ന് തന്നെ തുറന്നു കൊടുക്കണം.